കട്ടൻ ചായ ഇടാം. അപ്പൊ ഇന്ന് നമുക്ക് സ്നാക്സ് ഒരുപാട് കളിക്കും വേണ്ട, പടം ഇതാണ് ഇന്നത്തെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മളൊക്കെ പഠിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ അമ്മമാർ ഉണ്ടാക്കിയിരിക്കുന്നത് മിക്ക വീട്ടിൽ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കിയിരിക്കും. ഞോട്ടട, ഇലയപ്പം, കൊളക്കട്ട, പിന്നെന്താ പറയാ, പിന്നെ അവല് നനച്ചത്, പിന്നെ രാവിലത്തെ സ്നാക്സ് എന്തെങ്കിലും, രാവിലത്തെ സ്നാക്സ് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും, ഉപ്പുമാവായാലും കട്ടൻ ചായ ഇട്ട് തരും, പിന്നെന്താ പറയാ പാൽച്ചായോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ ഉള്ള പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പാല്, എന്താ പറയാ, അവർക്ക് പുഡിങ് അങ്ങനെയൊക്കെ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളെയൊക്കെ ഒരു എന്താ പറയാ, നമ്മളെയൊക്കെ ചെറുതിലുള്ള ഒരു ഓർമ്മകളാണ് ഇതൊക്കെ. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇലയപ്പം, കൊളക്കട്ട, പിന്നെ ഒട്ടട, പിന്നെ കുമ്പിളപ്പം, വയനയിലപ്പം എന്നൊക്കെ പറയും ഈ ഒരു സാധനം. അപ്പൊ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് വേണ്ടത് വെച്ചാൽ കട്ടൻ ചായ മസ്റ്റ് ആണ് ഇതിന്റെ കൂടെ. നമുക്ക് കട്ടൻ ചായ കുടിക്കാം. ചൂട് കട്ടൻ ചായയും നമുക്ക് കൊളക്കട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ചൂടുണ്ട് കേട്ടോ, നല്ല ചൂട്, നല്ല സോഫ്റ്റ്. ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, നല്ല ചൂട്, നല്ല മധുരം. കിട്ടില്ല, അടിപൊളി. ഇതാണ് നമ്മളെ സ്നാക്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മിക്കവാറും ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാമെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്ത് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ പഴമയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാം. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തീരും കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ ഫേവറേറ്റിൽ ഒന്നാണിത്. കാരണം വെച്ചാൽ പുഡിങ്ങും ഒക്കെ ഫേവറേറ്റ് ആണെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൊളക്കട്ടയും ഒക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇലയപ്പം നല്ല മധുരമുണ്ട്.